ഞാൻ ചേച്ചി പിടിക്കാം. ചേച്ചി കൈ വാഴ വെട്ടുന്നോ ദുഷ്ട. എന്നാ പറ്റി ഇവിടെ ഒന്ന് വേണേ? എന്നാ പറ്റിയേ? ആ കുഴിയിൽ വീണതാ. എന്റെ ചേച്ചി നോക്കിയൊക്കെ ഓടിക്കണ്ടേ ഇത്? നോക്കിയൊക്കെ ഇത്രയും വലിയ കുഴി ഞാൻ കണ്ടില്ല. ഇവിടെ 6 വർഷമായിട്ട് ആ കുഴിയുണ്ട്. കേരള സംസ്ഥാനം മൊത്തം അറിയാം ആ കുഴി ഇവിടെ ഉള്ള കാര്യം. നിനക്കൊക്കെ നാണമില്ലല്ലോ നാട്ടുകാരെന്ന് പറഞ്ഞ് നടക്കാൻ. ഈ കുഴിയൊക്കെ ഒന്ന് അടച്ചാൽ എന്താ? ഞങ്ങളിവിടെ താമസിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് ഞങ്ങളുടെ സ്വന്തം റോഡൊന്നും അല്ലത്. ഇതൊക്കെ പൊതുമരാമത്തിന്റെ വകുപ്പാണ്. പൊതുമരാമത്ത് അവരായത് ഞാൻ ചെയ്യേണ്ടത്. പൊതുമരാമത്ത് എല്ലാം മറ്റേ പൊതുമരാമത്തിന് വേണ്ടാക്കുന്ന കുറ്റം പറയുന്നതിന് വാട്ടർ അതോറിറ്റിക്ക് ഉണ്ട്. നല്ല രീതിയിൽ റോഡ് കിടക്കാൻ കൊണ്ട് പൈപ്പ് കുടിച്ചിട്ട്. എന്റെ പൊണ്ണു സുഹൃത്ത്, ഇത് പൊതുമരാമത്തിന്റെ നിർത്താമോ? ചേച്ചി ഒരു കാര്യം മനസ്സിലാക്കണം. ഞങ്ങൾ ഈ 2 ഓഫീസിൽ ഞങ്ങൾ പോയതാ നാട്ടുകാര്. ഞങ്ങൾ അവിടെ പോയി പറയുന്നതല്ലാതെ അവരിപ്പോ വരാമെന്ന് പറയുന്നതല്ലാതെ ഇന്ന് വരെയും ഈ ഒരു ഓഫീസർമാരും കൂടെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പഞ്ചായത്തിൽ കൊണ്ട് പരാതി കൊടുക്കണം. പഞ്ചായത്തിന്റെ കാര്യം ഒന്നും പറയാതിരിക്കണേ നല്ലത്. അവിടെ ചെന്നപ്പോ എല്ലാരും കൂടെ ലീവ് എടുത്ത് 3-4 ടൂർ പോയിരിക്കുന്നത്. ഇതാണ് പഞ്ചായത്തുകാര്. ഈ കുഴി ഇങ്ങനെ വിട്ടാലും റോഡിൽ എവിടെ കുഴിയുണ്ട് അവിടെ ഞങ്ങൾ വാഴ വെക്കും. ചേട്ടാ വാഴ വെക്കുന്ന നേരത്തെ നിങ്ങൾക്ക് ആ കുഴി ഒന്ന് അടച്ചുകൂടെ? അതൊക്കെ ഗവൺമെന്റ് ജോലിയാണ്, അവര് ചെയ്തോളും. ഭയങ്കര കഷ്ടം തന്നെ. നമുക്ക് റോഡിൽ എവിടെ കുഴിയുണ്ട് അവിടെ വാഴ വെക്കുക. എന്റെ ജീവൻ കിട്ടിയത് ഭാഗ്യം. ഞാൻ ആ കുഴി വീണ് ചത്തേനെ. ഇപ്പൊ ജീവനെങ്കിലും കിട്ടിയല്ലോ. ഓരോരുത്തർ വീട് ജീവനെ കിട്ടാതെ കഴിച്ചു പോവുകയാണ്. അറിയാമോ? കൗൺസിലർ വരുന്നുണ്ട്. അതാണ് ഈ വാർഡിലെ കൗൺസിലർ. ഇങ്ങനോട് 2 വർത്താനം പറഞ്ഞിട്ട് ബാക്കി. എന്താണ് എന്റെ പൊന്നു ചേട്ടാ, നിങ്ങൾ ഇങ്ങനെ ഈ വാർഡിലെ കൗൺസിലർ അല്ലേ? ഈ കുഴിയൊക്കെ ഒന്ന് അടച്ചുകൂടെ? ഞാൻ 2 വീലറുമായിട്ട് വന്നിട്ട് ആ കുഴിയിൽ വീണ് എന്റെ ജീവൻ തിരിച്ചു കിട്ടിയത് ഭാഗ്യം. അതെങ്കിലും കിട്ടിയത് ഭാഗ്യമാണല്ലോ. ഭാഗ്യമാണല്ലോ. അതെങ്ങനെ സമയം കാരണം മറ്റേ തമിഴ്നാട്ടൊക്കെ ചെന്ന് നോക്കണേ. തമിഴ്നാട് റോഡൊന്നും ചളിയാ. ഇവിടെ നിന്ന് 10 കിലോമീറ്റർ അപ്പുറമുള്ള വീട്ടിന്റെ ഹാള് വരെ കാണാം. അതാണ് തമിഴ്നാടിന്റെ വികസനം. അതുകൊണ്ടാണ് നമ്മൾ കേരളത്തിലെ റോഡുകളൊക്കെ നമ്മൾ ഇങ്ങനെ സൂക്ഷിക്കുന്നത്. മലയാളികളുടെ ഒരു പ്രശ്നം എന്താണ്? തൊട്ട അയൽപക്കത്ത് എന്ത് നടക്കണം അത് കാണാനുള്ള ജിജ്ഞാസയാണോ? അപ്പൊ നമ്മൾ ഒരു 10 ഇവിടെ അപ്പുറത്തുള്ള ഹാളും കൂടെ കാണാമെങ്കിൽ മലയാളികൾ വെറുതെ ഇരിക്കുമോ? അതുകൊണ്ടാണ് നമ്മളിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ടിരിക്കുന്നത്. എന്റെ ചേച്ചി ഇത് കേക്ക്. ഈ പുള്ളിയോട് എന്ത് പറഞ്ഞെന്ന് പറഞ്ഞാലും പുള്ളി ഇതുപോലെ മുട്ടാപ്പോക്ക് ന്യായം പറയും. ചേച്ചിക്ക് വേറൊരു കാര്യം അറിയോ? എനിക്ക് എന്റെ വീടിന്റെ വെളിയിലിറങ്ങാൻ മേലെ ചേച്ചി. വീടിന്റെ വെളിയിലിറങ്ങിയ റോഡ് മുഴുവൻ കുഴിയാ. എങ്ങാനും കാല് തെറ്റിപ്പോയാൽ നേരെ ചെല്ല് കേടുന്നത് പാതാളത്തിലോട്ടാ. ഇതൊക്കെ ഇവർക്ക് വല്ല മനസ്സിലാവണ്ടേ? അല്ല സഹോദര, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. നിങ്ങളുടെ വീടിന്റെ ഫ്രണ്ടിൽ ഒരു പൂച്ചയോ പട്ടിയോ ചത്ത് കിടന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങൾ അതിനെ എടുത്ത് കുഴിച്ചിടും. ആണല്ലോ. അതുപോലെ നിങ്ങളുടെ വീടിന്റെ ഫ്രണ്ടിൽ ഒരു കുഴി കിടക്കുമ്പോൾ നിങ്ങൾ എവിടെന്നെങ്കിലും കുറച്ച് മണല്, കുറച്ച് ചല്ലി, ഇച്ചിരി ടാറൊക്കെ കൊണ്ടുവന്ന് കുഴച്ച് അവിടെ അങ്ങ് സെറ്റ് ചെയ്ത് റോഡ് ക്ലിയർ ചെയ്യുന്നതല്ലേ നല്ലത്? അതല്ലേ ഒരു പൗരന്റെ കടമ എന്ന് പറയുന്നത്. നിങ്ങൾ ഈ റേഷൻ കട വഴി അരിയും മണ്ണെണ്ണയും കൊടുക്കുന്നുണ്ട്. അതിന്റെ കൂട്ടത്തിൽ ഒരു പാട്ട താറും കുടുങ്ങിയതാ. ഞങ്ങൾ പൗരന്മാരെല്ലാം കൂടെ അടച്ചടച്ചങ്ങ് പോകാം. അത് മതി. നമസ്കാരം. നാട്ടുവാർത്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇവിടെ ഒരു വീട്ടമ്മയ്ക്ക് എന്തോ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് ആ വീട്ടമ്മയോട് സംസാരിക്കാം. നമസ്കാരം. ഇവിടെ എന്താണ് പ്രശ്നം ഉണ്ടായത്? അതെ ചേട്ടാ, ഞാൻ ഇങ്ങനെ വരുമായിരുന്നേ. അപ്പൊ ഈ വളവിൽ വെച്ചാണ് ഈ സംഭവം. ഈ വീട്ടമ്മയെ വളവിൽ വെച്ചാണ് ഒരുപാട് പേര് പീഡിപ്പിച്ചിരിക്കുന്നതാണ് ഈ വീട്ടമ്മ പറഞ്ഞിരിക്കുന്നത്. ആരെയാണ് പീഡിപ്പിച്ചത്? അങ്ങനെയല്ല കൗൺസിലർ. ഈ സ്ത്രീ പറയുന്നത് നിങ്ങൾ നിഷേധിക്കുന്നുണ്ടോ? അല്ല, ഞാനെന്തിനും നിഷേധിക്കണം? അല്ല, എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമല്ലേ. അപ്പൊ എന്റെ ഭാഗത്ത് കുറച്ചുകൂടെ എനിക്ക് ഊർജ്ജസ്വലമായിട്ട് പ്രവർത്തിക്കാൻ നിങ്ങൾ എല്ലാവരും കൂടെ നിൽക്കുന്നുണ്ടെങ്കിൽ ഞാൻ തയ്യാറാണ്. ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചിട്ടുണ്ട് ന്യായം പറയുന്നോടാ മരഭോജി. ചേട്ടാ, ഇതെന്തൊക്കെ വൃത്തികളായി പറയുന്നത്? എന്നെ ആരും പീഡിപ്പിച്ചിട്ടൊന്നുമില്ല. പിന്നെ എന്താ സംഭവം? ഞാൻ ഈ 2 വീലറിന് വേണ്ടി ഈ കുഴിയിൽ വീണെന്നാ പറഞ്ഞത്. അതെ, ഞാൻ ഇപ്പൊ സംഭവം ഞാൻ അറിഞ്ഞിട്ടുണ്ട്. വാട്ടർ അതോറിറ്റിയിൽ ഞാൻ അറിയിച്ചിട്ടുണ്ട്. അവരുടെ ആൾക്കാർ വന്ന് ഇവിടുത്തെ കാര്യങ്ങൾ നോക്കിക്കോളും. ഞാൻ ലൈവ് വിട്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ചുമ്മാ ബഹളം ഉണ്ടാക്കാൻ നിൽക്കണം. ലൈവ് ഇട്ടതാണ്. ആഴ്ചയും ചീട്ട് കളിച്ചോണ്ടിരിക്കുമ്പോൾ ലൈവ് വന്നത് ഉടനെ സാറിനെ വിളിച്ച പോയി കുഴിമൂടാൻ. കുഴി മൂടാൻ മറിക്കേ കുഴിമൂടാൻ വന്നാണ്. ഇത്രയും കൊല്ലം ഏടാ വൃത്തിയായിട്ട് കിടക്കുന്നത് ഏത് റോഡാണത്? എന്റെ സാറ് പറയുമ്പോ കുഴിക്കടാന്ന് പറയും. അങ്ങനെ കുഴിച്ചു ഇപ്പൊ മൂടണം. ഒരു കാര്യം ചെയ്യും. അപ്പൊ വെറുതെ മൂടാൻ പോയല്ലേ, അത് മോശമല്ലേ? നമുക്കറിയാം ഇവനെ കൂടെ 8 മൂടാം. ഞാൻ ഈ ക്ലാസ് പൊട്ടിക്കുന്നുണ്ടോ? ഈ മിറർ പൊട്ടിക്കുന്നുണ്ടോ? ക്ലാസ് ഇപ്പൊ പൊട്ടിയതാ. 500 രൂപ പെറ്റി. ഇതിന് 500 രൂപ പെറ്റി.
സീറ്റും കീറിയിരിക്കുന്നു. അതിപ്പോ കീറിയതാ. ആ അതിനും 500 രൂപ പറ്റി. അയ്യോ, നിങ്ങൾ ഇവിടെ വണ്ടി കൊണ്ടിടേണ്ട കാര്യം എന്തുവാ? വണ്ടി ഇവിടെ കൊണ്ടുവന്ന് ഇട്ടതല്ലേ, ഈ കുഴിയിൽ ഞാൻ വീണതാ. എന്റെ പെങ്ങളെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, പെങ്ങൾ വണ്ടി ഓടിച്ചോണ്ടപ്പോ ഈ കട്ടർ ഇവിടെ ഉള്ള കാര്യം അറിയത്തില്ലായിരുന്നു. അതെന്താ? അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ കൊണ്ടിടില്ലായിരുന്നല്ലോ. ലൈസൻസ് എടുത്തിട്ടുണ്ടോ? ഉണ്ട്. എടുത്തിട്ടുണ്ടോ? ഉണ്ട്. എന്തിനാ എട്ടെടുക്കുന്നേ? എട്ടെടുക്കുന്നത് എട്ടെടുക്കുന്നേ നമ്മളെ കേരളത്തിലെ റോഡിന്റെ അവസ്ഥ കണ്ടാണ് നമ്മൾ എട്ടെടുപ്പിക്കുന്നത്. എട്ടെങ്ങനെ ഇരിക്കുന്നേ? നിങ്ങൾ വളഞ്ഞു ചുറ്റിയല്ലേ? അതുപോലെയാണ് കേരളത്തിലെ റോഡുകളും. കുണ്ടുണ്ട്, കുഴിയുണ്ട്, മറ്റു കാര്യങ്ങളുണ്ട്. അപ്പൊ അതൊരു അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ വേണ്ടിയാണ് നമ്മൾ നിങ്ങളെ കൊണ്ട് എട്ടെടുപ്പിക്കുന്നത്. ഇല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് നമുക്ക് ഒന്നടിപ്പിച്ചാൽ പോരെ, നേരെ അങ്ങ് വിട്ടുകൂടായിരുന്നോ? വണ്ടി മൊത്തം ഞാൻ എടുക്കും. ലൈസൻസ് സാധാരണക്കാർക്ക് എപ്പോ ഇവിടെ വണ്ടി ഓടിക്കണ്ടേ? ഒരു കാര്യമില്ല, ലൈസൻസ് ഞാൻ റദ്ദാക്കും. ചേച്ചി ഒരു കാര്യം മനസ്സിലാക്കണം, ചേച്ചി ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. നേരെ ചേച്ചി എന്നിട്ട് ഈ വണ്ടി ഏതിൽ ആഖരി കാരണം കൊടുത്ത ഇച്ചിരി പൈസ മേടിക്കാം, കുറച്ച് പൈസയും കൂടി ഇട്ട് ഒരു മണൽ ലോറിയോ അല്ലെങ്കിൽ ഒരു ടിപ്പറോ മേടിക്കുക. എന്നിട്ട് ഓവർ സ്പീഡിൽ ഓടിക്കുകയോ എല്ലാവരെയും കൊണ്ട് ഇടിക്കുകയോ കൊല്ലുകയോ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ ശരി, ഇതുപോലുള്ള ഉദ്യോഗസ്ഥന്മാര് ഈ കാര്യത്തിൽ ഒന്ന് ചെറുതായിട്ട് കാണണടയ്ക്കും. കറക്റ്റ് ആണ് അളിയാ. അതാ ഞാൻ പറഞ്ഞില്ല, ഇവിടെ ശരിയല്ലടാ, ഇവിടെ വികസനമില്ല അളിയാ. അതാണ് പറയുന്നത്, വികസനം വേണം. കേരളത്തിൽ വികസനമില്ല. സഹോദരൻ, നിങ്ങൾ അങ്ങനെ വികസനമില്ലെന്ന് പറയരുത്. നമ്മുടെ മറ്റ് സംസ്ഥാനങ്ങൾ ഉള്ളതുപോലെ നമുക്കിവിടെ ഓഫീസില്ലേ, പിന്നെ ആശുപത്രികളില്ലേ, മറ്റ് സ്ഥാപനങ്ങളില്ലേ, ഫാക്ടറി ഇല്ലേ, അങ്ങനെ നിങ്ങൾ വികസനം ഇല്ല. അതൊക്കെ ശരി തന്നെയാണ്. ഇവിടെ മെയിൻ ആയിട്ട് വികസിക്കാത്ത കാരണം എന്നാണെന്നറിയോ? എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ നാട്ടുകാർ ആദ്യം സർക്കാർ സ്ഥാപനങ്ങൾ തന്നെ അടിച്ചു പൊട്ടിക്കും. പിന്നെ എങ്ങനെ സർക്കാരിന് വികസനം ഉണ്ടാക്കാൻ പറ്റും? അതെ അതെ സാറേ, വികസനം ഒക്കെ ഉണ്ട്. പക്ഷേ അവിടെ കൃത്യനിഷ്ഠമായിട്ട് ജോലി ചെയ്യുന്ന ഓഫീസർമാരില്ല. അതാ പ്രശ്നം. ആ വിഷയൊക്കെ അവിടെ നിൽക്കട്ടെ. പിന്നെ കൗൺസിലറെ, ആ പീഡനം എങ്ങനെയായിരുന്നു? എനിക്ക് റേറ്റിംഗ് കൂട്ടാനാ. ഒന്ന് കേട്ടോ, കൃത്യനിഷ്ഠയില്ലാത്ത കുറെ ഓഫീസർമാരും കാര്യങ്ങൾ വളച്ചൊടുക്കുന്ന ഇതുപോലത്തെ മാധ്യമ പ്രവർത്തകർ ഉണ്ടെങ്കിലേ നമ്മുടെ നാടിന്റെ ഗതി അതോ ഗതി.